ഹായ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ആപ്രിക്കോണിൽ ചെറിയ കംപ്ലൈന്റ് ആയിട്ട് സർവീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ എങ്ങനെ റിവ്യൂ എന്നുള്ളത് നമ്മൾ ഒരു വർഷത്തിന് മേലെയായി, ഒരു വർഷവും ഒരു മാസം കഴിഞ്ഞ് വണ്ടി എടുത്തിട്ട് ഇതുവരെയും സർവീസിന് കൊടുത്തിരുന്നത് പോപ്പുലറിലായിരുന്നു. അവര് സെയിൽസിൽ നല്ല ആൾക്കാരുണ്ടെങ്കിലും സർവീസിൽ അവര് പോരാ. അവരടുത്ത് സത്യം പറഞ്ഞ സ്പെയർ പാർട്സോ അതിപ്പോ ഇവരടുത്തും ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല. എങ്കിൽ പോലും പെരുമാറ്റവും അല്ലെങ്കിൽ നമ്മളോടുള്ളൊരു ഒരു കസ്റ്റമർ സപ്പോർട്ടോ ഒന്നും അവരെ ഭാഗത്തുനിന്നില്ല. അവർക്ക് വേണമെങ്കിൽ മതി എന്നുള്ളൊരു സെറ്റപ്പിലാണ് അവരെ സർവീസ് നമുക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. സത്യം പറഞ്ഞാല് ഞാനൊരു 5-6 പ്രാവശ്യം ഈ ഒരു കൊല്ലത്തിനിടക്ക് അവരടുത്ത് പല പ്രശ്നങ്ങളായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോ എനിക്ക് തോന്നിയത് അവർക്ക് കസ്റ്റമർ അങ്ങനെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം അവർക്ക് ആകുള്ളൊരു ഇതെന്ന് വെച്ചാലേ എങ്ങനെ വന്നാലും അവരടുത്ത് ആള് വരും, അവരല്ലാതെ വേറെ ആളില്ല എന്നുള്ളൊരു തണ്ട് അവരുടെ ഭാഗത്തുണ്ട്. കാരണം സർവീസ് ചെയ്യാനായിട്ട് ഇത്ര വലിയ ആടും കാര്യങ്ങളൊക്കെ അവർക്കുള്ളതിന്റെ പേരിലും അപ്പൊ അവരുടെ അടുത്ത് തന്നെ വരും എന്നുള്ള ലെവലില് വേണമെങ്കിൽ മതി എന്നുള്ള ലെവലിലാണ് അവര് കസ്റ്റമറോട് അവര് ബിഹേവ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ്. പലർക്കും പല അഭിപ്രായം ഉണ്ടാവും. ഞാനിപ്പോ അബ്രിക്കോണിൽ ആകെ ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ. പക്ഷെ എനിക്ക് അവിടുത്തെ അവരെ സർവീസിലെ ആൾക്കാരെ ഡീലിങ് കുറച്ച് പേഴ്സണലായിട്ട് ഇഷ്ടമായിട്ടാ. ഒറ്റ പ്രാവശ്യം പോയിട്ടുള്ളൂ. അതുകൊണ്ട് പൂർണ്ണമായിട്ട് അവരെ നമ്മള് അത് വെച്ചിട്ട് റിവ്യൂ ചെയ്യാനായിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞ കംപ്ലൈന്റ് അവര് വ്യക്തമാക്കി കേട്ട് അത് കറക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. സ്റ്റിയറിംഗിന്റെ ഇതിലേക്ക് ഒരു അടി ഞാന് സെക്കൻഡ് സർവീസ് തുടങ്ങിയിട്ട് നമ്മൾ പോപ്പുലറിൽ പറയുന്നതാണ്. അപ്പൊ അവര് പറയുന്നത് ഈ വണ്ടിക്ക് ഉണ്ടാവും, ഈ വണ്ടിക്ക് പല സൗണ്ടും ഉണ്ട്, നിങ്ങൾക്ക് അത് അറിയാണ്ടാണ് എന്നൊക്കെയാണ് പറയണത്. കാരണം അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ 10,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിക്കുമ്പോൾ സത്യത്തിൽ അങ്ങനത്തെ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് പല സൗണ്ടും വന്നത്. അപ്പൊ നിങ്ങൾ വണ്ടി ഓടി 10,000 കിലോമീറ്റർ കഴിയുമ്പോഴാണോ ഇങ്ങനെയുള്ള സൗണ്ടുകളൊക്കെ വരുന്നത് നോക്കുമ്പോൾ അല്ല സാറേ, അതല്ല, വണ്ടിക്കുണ്ട്, റിവേഴ്സ് എടുക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട്, അതൊക്കെ അല്ല. ഞാൻ പറഞ്ഞ 10,000 കിലോമീറ്റർ ഓടി ഫസ്റ്റ് സർവീസ് വരുന്നത് വരെയും ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഞാൻ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് വരുന്നത്. നിങ്ങളെ ചെറിയ പോരായ്മകളുണ്ട്. ഇവർക്ക് മേലെ നിന്നുള്ള നല്ല പ്രഷർ ഉണ്ടെന്നുകൊണ്ട് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കംപ്ലൈന്റ് ഒന്നും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് AMCയിലോ വാറണ്ടിയിലോ ഒന്നും ചെയ്തു കൊടുക്കരുത്. അവരെ പരമാവധി തള്ളി വിട്ട് കിലോമീറ്റർ മാക്സിമം എത്തിക്കുക എന്നുള്ള ഒരു പ്ലാൻ അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ ആപ്രിക്കോണിൽ പോയിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യാട്ടാ. ഞാൻ പോയിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. താങ്ക് യു.